ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിന് വളരെ ഭാഗമായി മാറിയ ഒരു വസ്തുവുണ്ട്. അതാണ് മൊബൈൽ ഫോൺ. സംസാരത്തിനായി ഉപയോഗിക്കാറുണ്ട്, വീഡിയോ കാണാനായി ഉപയോഗിക്കാറുണ്ട്. കുട്ടികൾ ഇപ്പോൾ ആഹാരം കഴിക്കണമെങ്കിൽ പോലും കയ്യിൽ മൊബൈൽ ഫോൺ വേണം. അതിനകത്ത് ഗെയിംസ് ഒക്കെ കണ്ടുകൊണ്ടാണ് കുട്ടികൾ ആഹാരം കഴിക്കുന്നത് പോലും. അങ്ങനെ ഒരു ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞു. മൊബൈൽ ഫോണിന് അത്രത്തോളം വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു നമ്മൾ മനുഷ്യർക്കിടയിൽ. എങ്കിലും മൊബൈൽ ഫോൺ തന്നെ നിങ്ങളുടെ ഭാഗ്യത്തെ കൂടി നിർണ്ണയിക്കുന്നുണ്ട് എന്ന വസ്തുത, എന്ന സത്യം എത്ര പേർക്കറിയാം? എങ്കിൽ കേട്ടുകൊള്ളൂ, മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങളുടെ ഭാഗ്യവും അടങ്ങിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ആ മൊബൈൽ ഫോൺ, അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണു തുടച്ചിട്ട് ആദ്യം നോക്കുന്നത് മൊബൈലിലേക്കായിരിക്കും. അപ്പോൾ അന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായി നമ്മുടെ കൈകൊണ്ട് സ്പർശിക്കുന്നത് മൊബൈൽ ഫോണാണ്. ആ ഒരു വാൾപേപ്പർ എടുത്ത് നോക്കിയാൽ മൊബൈൽ തുറന്ന് നോക്കുമ്പോഴോ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ആ കാഴ്ചകൾ നല്ലതാണെങ്കിൽ പോസിറ്റിവിറ്റി അന്നത്തെ ദിവസം നിലനിൽക്കുകയും, എന്നാൽ നെഗറ്റീവ് വാർത്തകളോ നെഗറ്റീവ് തരംഗങ്ങളായ കാര്യങ്ങളോ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ അതേ രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ മൊബൈൽ ഫോൺ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആ മൊബൈൽ ഫോൺ വഴി നിങ്ങൾക്ക് ഭാഗ്യം കൂടി കടാക്ഷിക്കും എന്നത് ഏത് വിധത്തിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. നമ്മൾ മൊബൈലിൽ നമ്മുടെ വാൾപേപ്പർ എങ്ങനെയുള്ളതായിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ ഭാഗ്യത്തിന്റെ ഒരു കിടപ്പ്. മൊബൈൽ ഫോൺ ഉള്ളവരാണ് എല്ലാവരും ഏതെങ്കിലും ഒക്കെ വാൾപേപ്പേഴ്സ് ഉപയോഗിക്കുന്നവരാണ്. ചിലവർ നമ്മുടെ മക്കളുടേതായിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ചില ദൈവങ്ങളുടേതായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ പിന്നിൽ എന്തൊക്കെ അർത്ഥങ്ങളെന്ന് നമ്മൾ അറിയുന്നില്ല. ഒരു വാൾപേപ്പർ ഇടുന്നു, ബ്ലാങ്ക് ആയിട്ട് ഇടണ്ടല്ലോ, വെറും ബ്ലാക്ക് കളറാക്കി കിടക്കണ്ടല്ലോ എന്നതുകൊണ്ട് തന്നെ അതൊരു കണ്ണിന് ഇമ്പമാകട്ടെ എന്ന് കരുതി പലതരത്തിലുള്ള പൂക്കൾ ഇടാറുണ്ട്, ചിത്രങ്ങൾ ഇടാറുണ്ട്, സിനിമാ നടന്മാരുടെ, നടികളുടെ, അങ്ങനെ പല വിധത്തിലുള്ള വാൾപേപ്പേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. അത് അറിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ഫലമായിരിക്കും, ഭാഗ്യമായിരിക്കും, സമ്പത്തായിരിക്കും നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. സമാധാനമില്ലാത്ത ജീവിതം അല്ലെങ്കിൽ തിരക്കു പിടിച്ച ജീവിതമാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ആ ഒരു ജീവിതത്തിൽ സമാധാനം ലഭിക്കണം എന്ന ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തോടു കൂടിയുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ ലഭിക്കണം, അല്ലെങ്കിൽ സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് യോഗ ചെയ്യുന്നതായിട്ടുള്ളതോ അല്ലെങ്കിൽ ധ്യാനത്തിൽ ഇരിക്കുന്ന വ്യക്തികളുടെയോ ചിത്രങ്ങൾ സൂക്ഷിക്കാവുന്നതാണ്. അത് നമ്മൾക്ക് ഇപ്പോൾ എവിടെയും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ധ്യാനത്തിൽ ഇരിക്കുന്ന വ്യക്തികളുടെ ചിത്രം, അല്ലെങ്കിൽ യോഗയും ധ്യാനവും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ അത്രത്തോളം ശാന്തതയിലേക്കും ദൈവാധീനത്തിലേക്കും ദൈവികതയിലേക്കും ഒക്കെ എത്തിക്കുന്ന ഒരു ഘടകമാണ് യോഗ എന്ന് പറയുമ്പോൾ. നമ്മുടെ മനസ്സിന്റെ ആ ഒരു പോസിറ്റിവിറ്റി പിടിച്ചെടുക്കുന്നതിനൊക്കെ യോഗയിലൂടെ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സമാധാനവും ശാന്തതയും നിറഞ്ഞൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വാൾപേപ്പറായി നിങ്ങൾക്ക് ധ്യാനം ചെയ്യുന്നതും അല്ലെങ്കിൽ യോഗ ചെയ്യുന്നതുമായ ചിത്രങ്ങൾ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതായിരിക്കും നമ്മൾ രാവിലെ എടുക്കുമ്പോൾ നമ്മൾ മൊബൈൽ തുറന്ന് മെസ്സേജസ് ഒക്കെ നോക്കുന്ന വേളയിൽ നമ്മുടെ ദൃഷ്ടിയിൽ ആദ്യം പതിയുന്നത്. ആ പതിയുന്നത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുകയും നമ്മളിലേക്ക് ഒരു പോസിറ്റിവിറ്റി ആ ദിവസം തന്നെ പോസിറ്റീവായി മാറുന്നതിനും സഹായിക്കുന്നുണ്ട്. അടുത്തതായി, ഒരു വ്യക്തിയോ സ്ത്രീയോ പുരുഷനോ ആരുമാകാം, നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹ തടസ്സമാണ് നേരിടുന്നത്. അതായത് അടിക്കടി വിവാഹ ആലോചനകൾ വരുന്നുണ്ട്, എൻഗേജ്മെന്റ് വരെ എത്തിയിട്ടും മുടങ്ങിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ ദമ്പതികളായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു സമാധാനം ഇല്ലാതെ വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂക്കളുടെ ചിത്രങ്ങൾ ഇടാവുന്നതാണ്. പൂക്കളുടെ ചിത്രങ്ങളാകുമ്പോൾ അത് മനസ്സിന് ഒരു സമാധാനം, സന്തോഷം ഒക്കെയും നൽകുന്നവയല്ലേ. റോസാപ്പൂവാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള. റോസാ പുഷ്പം ഇടുകയാണെങ്കിൽ, റോസാപ്പൂ എന്ന് പറയുമ്പോൾ ഏവരുടെ വീട്ടിലും ഉള്ളൊരു പുഷ്പമാണ്, ഏവർക്കും കണ്ണിനിമ്പമുള്ളതാണ്. റോസ എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ ഒരു പുഷ്പമായിട്ട് തന്നെ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിവാഹം നടക്കാത്ത ആളുകൾക്കും അല്ലെങ്കിൽ വിവാഹം കഴിച്ച ദമ്പതികൾക്കിടയിലാണെങ്കിലും സ്നേഹം കൊണ്ടുവരാനും ഒക്കെ ഈ റോസാപ്പൂവിനാൽ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാൾപേപ്പറായി വിവാഹം വൈകുന്ന ഉള്ള വിവാഹത്തിനായി ആലോചനകൾ ഒരുപാട് ദൂരെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു അതിൻ്റെതായ സമയം കടന്നു പോകുന്നതല്ലാതെ ഒന്നും എങ്ങും എത്തുന്നില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി വിഷമിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങളുടെ വാൾപേപ്പർ ഒന്ന് മാറ്റി അതിൽ റോസാപ്പൂവ് അല്ല, പുഷ്പങ്ങൾ ഏതും ഇടാം, എങ്കിൽ പോലും റോസാ പുഷ്പം അതിടുന്നതായിരിക്കും ഏറ്റവും അധികം ഉത്തമം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇണങ്ങിയ ഒരു പങ്കാളിയെ ലഭിക്കുന്നതിനും കുടുംബമായി കഴിയുന്നവരിൽ നിങ്ങളിൽ ഭാര്യ ഭർത്തൃ സന്തോഷത്തോടു കൂടി കഴിയുന്നതിനും ഇതുവഴി സാധിക്കുന്നതാണ്.
അടുത്തതായി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പരാധീനതകൾ, കടങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നിവ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ ചിത്രങ്ങൾ വാൾപേപ്പറായി സൂക്ഷിക്കേണ്ടതാണ്. ഇത് കൈ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ നേട്ടവും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും കിടന്നാൽ ഉറങ്ങുന്ന വേളയിൽ തലയിണയുടെ അടിയിൽ വരെ നമ്മൾ മൊബൈൽ ഫോൺ വെച്ച് കിടക്കുന്ന ആളുകളാണ് ഉള്ളത്. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ നമ്മളോട് പോക്കറ്റിലായിട്ടോ നെഞ്ചോട് ചേർന്നോ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുവിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള വാൾപേപ്പർ ഇടുകയാണെങ്കിൽ അതുവഴി നമ്മളിലേക്ക് പോസിറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട്, കടം, ദുഃഖങ്ങൾ, വിഷമം അനുഭവിക്കുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഏത് ദേവനെയാണോ ദേവിയാണോ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ദേവിയെ അല്ലെങ്കിൽ ദേവനെ ദർശിക്കുമ്പോൾ എൻ്റെ മനസ്സിനും അന്നേ ദിവസം എനിക്ക് എല്ലാവിധ പോസിറ്റീവായ തരംഗങ്ങളുമാണ് എന്നിലൂടെ കടന്നു പോകുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ദേവന്റെയോ അല്ലെങ്കിൽ ആ ദേവിയുടെ ചിത്രം വാൾപേപ്പറായി ഉപയോഗിക്കുക. വളരെയധികം മാറ്റം 21 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ കഠിനമായി അധ്വാനിച്ചിട്ടും അധ്വാനത്തിനുള്ള ഉതകുന്ന തരത്തിലുള്ള ഫലം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നില്ല എന്നൊക്കെ വ്യസനിക്കുന്ന ആളുകളുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം, രാവിലെ 10 തൊട്ട് 5 മണി വരെ കഷ്ടപ്പെട്ട് തന്നെ പണിയെടുക്കുകയാണ്. ഓഫീസിനകത്താണ്, സിക്കകത്താണ് എന്ന് പറഞ്ഞാൽ പോലും ജോലിയല്ലേ അവിടെ ചെയ്യുന്നത്. പേപ്പർ വർക്കുകളായാലും ഒരു കൈപ്പഴി അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാൽ തുലാസിലാകും ജോലിയുടെ കാര്യം. അങ്ങനെയുള്ള കാര്യമാണ് അത്. ഏറ്റവും ഉന്നതനായാലും ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളായാലും കഷ്ടപ്പെടുകയാണ് ഒരു ദിവസത്തെ ആ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഫലം ഇച്ഛിച്ചത്ര ലഭിക്കുന്നില്ല എന്നത് വളരെ വ്യസനിപ്പിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഘടകം തന്നെയാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് പ്രകൃതിയുടെ ചിത്രം വാൾപേപ്പറായി ഇടാവുന്നതാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ എപ്പോഴും പച്ചപ്പാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചുറ്റുപാടുള്ള പ്രകൃതി ആവുമ്പോൾ, പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ്. ഒരു നിറഞ്ഞ നെല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നെൽപ്പാടം, അതും വരണ്ട് കിടക്കുന്ന ഒരു ഭൂമിയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ആ വരണ്ട് കിടക്കുന്ന ഭൂമി എത്രത്തോളം ശൂന്യമാണ്, അർത്ഥശൂന്യമായ ഒരു കാര്യമാണ് അത്. അതോടൊപ്പം തന്നെ ഒരു നിറഞ്ഞ നെൽവിത്തുകളാൽ അലങ്കൃതമായ അല്ലെങ്കിൽ അത്രത്തോളം പച്ചപ്പാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം, മുഖത്തുണ്ടാകുന്ന ആ ഒരു മന്ദസ്മിതം, അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഈ മൊബൈൽ ഫോണിൽ നിങ്ങൾ വാൾപേപ്പർ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം വരാൻ പോകുന്നത്. നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ. അതേപോലെ പക്ഷി മൃഗാദികളുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന പക്ഷികളുടെ ചിത്രമിടാം. അതുപോലെ വന്യമൃഗങ്ങളുടെ അല്ല, സിംഹം, കരടി, അവർ മറ്റു ജീവികളെ ഉപദ്രവിക്കുന്നത്, ചാടി ആക്രമിക്കാൻ ശ്രമിക്കുന്നതോ അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഫോറസ്റ്റ്, വനത്തിൻ്റെ ഇടം, നല്ല സുന്ദരമായ ഒരു കാട്, നമ്മൾ വാൾപേപ്പറായിട്ട് കിട്ടാറുണ്ടല്ലോ, നല്ല സുന്ദരമായ ഒരു വനത്തിൻ്റെ ചിത്രം ഇടാം. പക്ഷെ ഹിംസ്ര ജന്തുക്കളെ ആക്രമിക്കാൻ വരുന്ന തരത്തിലുള്ള ജന്തുക്കളെ ഒന്നുമല്ല ഇടേണ്ടത്. ഉയരങ്ങളിലേക്ക് പറക്കുന്ന പക്ഷികൾ, അത് വെള്ള പക്ഷികളാണെങ്കിൽ ഏറ്റവും ശുഭകരമായ, വെള്ള എപ്പോഴും ശുഭകരമായ ഒരു നിറമാണ്, അതുകൊണ്ട് തന്നെ വെള്ള നിറത്തിലുള്ള പക്ഷികളുടെ ചിത്രമിടാം. അതേപോലെ തത്ത തന്നെയാണെങ്കിലും നല്ല ഏറ്റവും ഉത്തമമായതാണ്. ഇത് ഉയരങ്ങളിലേക്ക് പറന്നിങ്ങനെ പോകും, നമ്മുടെ ജീവിതവും ഉയരത്തിലേക്കാവുന്ന അല്ലെങ്കിൽ പച്ച പിടിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, മൊബൈൽ ഫോൺ മാത്രമാണ് അത് സംസാരിക്കാൻ ഉപയോഗിക്കുന്നു, TV കാണാൻ അല്ലെങ്കിൽ വീഡിയോ കാണാൻ ഉപയോഗിക്കുന്നു എന്നതിലുപരി ഇതിൽ ഇങ്ങനെയും ചില ഭാഗ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം എന്തെന്നാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം നോക്കുന്ന മൊബൈലാണ്, പിന്നെ മൊബൈൽ ചാർജ് ഇടാൻ അത് കുത്തിയിട്ടിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾക്കായി പിന്നെ എഴുന്നേൽക്കുന്നത്. അതല്ലേ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന വസ്തു ആ മൊബൈൽ ഫോണാണ്. അതിൽ നമുക്ക് കണ്ണിന് ഇമ്പം ഉണ്ടാകുന്നതും ആനന്ദം നൽകുന്നതായ വാൾപേപ്പറുകളാണ് ഇടുന്നതെങ്കിൽ ആദ്യം നമ്മുടെ ദൃഷ്ടിയിൽ പതിയുന്നതും അത് തന്നെയാണ്. എന്നാൽ നെഗറ്റീവായിട്ടുള്ള ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന, രക്തം ചിന്തി നിൽക്കുന്നതായ വസ്തുക്കളാണ് അല്ലെങ്കിൽ ജീവികളെയാണ് കാണുന്നതെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും പിന്നീടുള്ള ആ ഒരു മുഴുവനായ ദിവസത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി ഇന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ നിമിഷം തന്നെ അത് വാൾപേപ്പർ ഒന്ന് മാറ്റാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ നക്ഷത്രമൊക്കെ ഒന്ന് രേഖപ്പെടുത്തൂ, പൂജയിലും പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. നല്ല സമയങ്ങൾ വരുന്നതിനായി എപ്പോഴും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.